മാന്യ പ്രേക്ഷകർക്ക് VMTV ന്യൂസിന്റെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സ്നേഹ സ്വാഗതം. ഞങ്ങൾ ഇന്ന് രാവിലെ ചാനൽ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ചായ കുടിക്കാനായിട്ട് പോയപ്പോഴാണ് ഒരു മാമൻ റോഡിന്റെ സൈഡിൽ കിടക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ആ മാമനെ ഞാൻ ചെന്ന് ചോദിച്ചു, മാമ ചായ കുടിച്ചായിരുന്നോ? അപ്പൊ അദ്ദേഹത്തിന് വാക്കുകൾ പോലും വെളിയിൽ വരാൻ വയ്യാത്ത രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ. എന്തായാലും ഞാൻ ഒരു ചായയും അതോടൊപ്പം ഒരു വടയും അദ്ദേഹത്തിന് വാങ്ങിക്കൊണ്ട് കൊടുക്കുകയും ഉച്ചയ്ക്ക് അദ്ദേഹത്തിന് ഞങ്ങൾ ഭക്ഷണം എത്തിച്ച് കൊടുക്കുകയും ചെയ്തു. എങ്കിൽ ഞങ്ങളുടെ ഈ ആശ്രയ സമ്മാന പെരുമഴയിൽ ഞങ്ങളുടെ പദ്ധതി പ്രകാരം ഞങ്ങളുടെ കർത്തവ്യം അവിടെ തീരുന്നില്ല. അവിടെ നിന്ന് ആ മാമനോട് ഞങ്ങൾ കാര്യങ്ങൾ തിരക്കിയപ്പോൾ മക്കളുണ്ട്, പക്ഷെ മക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ട്. അവരാരും മാമനെ സ്വീകരിക്കാൻ തയ്യാറല്ല. എന്തായാലും ഈ കാണുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ അച്ഛനും അമ്മയും ഒരിക്കലും നിങ്ങൾ റോഡിലേക്ക് പുറന്തള്ളാതിരിക്കണം. എന്തായാലും ഞങ്ങൾ അവിടെ പോയി ആ മാമനോടൊപ്പം ചെലവഴിച്ച സമയങ്ങൾ നിങ്ങളോടൊപ്പം ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. പേപ്പർ വിരിച്ചു കിടക്കുകയാണ്. അതെയോ? കഴിക്കേ എന്തുവാ ഫുഡ്? മയക്കുവാണ്. ഒന്ന് കുളിക്ക് വരി, നമുക്ക് അവിടെ താഴെ തന്നെ കുളിക്കാം. കുളിച്ച് ഡ്രസ്സൊക്കെ മാറാം, ഡ്രസ്സൊക്കെ നമ്മൾ വേറെ വാങ്ങിച്ചു തരാം. മുടിയൊക്കെ വെട്ടാം. ആശുപത്രി പോകണം, ആശുപത്രി പോകണമെങ്കിൽ ആശുപത്രി പോകണം. നാളെ വരാം. ഇന്ന് വൈകി വരെ കിടക്കണം. നാളെ ഇവിടെ കാണോ? കടവടക്കുമ്പോഴത്തേക്ക് അല്ല, അവിടെ കുളിച്ചൊന്ന് ഡ്രസ്സ് മാറി എനിക്ക് ആദ്യം കഴിക്കുമ്പോ ഈ ഇതൊക്കെ മാറും. കഴിക്കാത്തവരുണ്ട്. ഇവിടെ രാവിലെ എന്തെന്നറിയാം, രാവിലെ ഇവിടെ ഇരിക്കുമ്പോ ഞാൻ ചായ കുടിച്ചാൽ ഞാൻ ചായ കുടിച്ചില്ല, എനിക്ക് നടക്കാൻ വയ്യ. രാവിലെ ചായയൊക്കെ വാങ്ങിച്ചോണ്ട് കൊടുത്തൊക്കെ ഇതായപ്പം കുറച്ച് ഉഷാറായി. ഫുഡ് കഴിക്കാത്തതിന്റെ പ്രശ്നം. ഫുഡ് കഴിക്കാത്തതിന്റെ രാവിലെ മേടിച്ചത് കഴിച്ചായിരുന്നാ? കഴിച്ചല്ലേ? വേറെ ഫുഡ് കിട്ടിയില്ല. നമ്മൾ ആ വടയും ചായയും മാത്രമേ കഴിച്ചോളൂ. ഓ, അപ്പൊ ഇനിയിപ്പോ ഫുഡ് കഴിക്കട്ടെ. ഉച്ചക്കലത്തുള്ള ആഹാരം കഴിക്കുമോ? കഴിക്കും. എനിക്ക് കഴിക്കും. അല്ല, കഴിക്കും. കഴിക്കാത്തോണ്ടാണ് ഇത് കൂടുതലും. കഴിച്ചിട്ട് നമുക്ക് പോയി കുളിക്കാം. കുളിച്ച് ഡ്രസ്സ് മാറി വൃത്തിയാവാം. എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് ഉറങ്ങുകയും ചെയ്യാം, അല്ലേ? അവിടെ ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം, സ്ഥലമുണ്ട്. ഉറങ്ങണമെങ്കിൽ അവിടെ സ്ഥലമുണ്ട്. ഉറക്കം ഉറങ്ങുമ്പോ അങ്ങ് ശരിയാവും. ആദ്യം ഫുഡ് കഴിക്കും. ഇപ്പൊ കഴിക്കും. എടുത്തു തരട്ടെ? ഫുഡ് കഴിക്കാത്തതിന്റെ പ്രശ്നമാണ്. ഒരു നേരം, 3 നേരം. അതിന്റേതായ ക്ഷീണം കാണും മനുഷ്യന്. അപ്പൊ അവർക്ക് അങ്ങനെയല്ല. അവർക്ക് ആരെങ്കിലും, അവർക്ക് ആഹാരം, വയസ്സായ ആളാണ്, അവർക്ക് 2 മക്കളുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, അവരെല്ലാം പുറന്തള്ളി.
നമ്മളെന്നും ലൈവിലൂടെ പറയുന്നതാണ്. ലൈവിലൂടെ ജനങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ ഇങ്ങനെയുള്ളവർക്കാണ് ഞങ്ങൾ ശാരദാലയം സ്നേഹക്കൂടം എന്നുള്ളൊരു പദ്ധതിയുമായി നമ്മുടെ മാന്യ പ്രേക്ഷകരുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എന്നാൽ ഞാൻ രാവിലെ എന്നും ഞാനിവിടെ ചായ കുടിക്കാൻ വരും. ഞാൻ ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കാണ് മാമ ഇവിടെ കിടക്കുന്നത്. ഞാൻ ഇതുപോലെ നിരവധി പേരായിരിക്കാം നമ്മുടെ ഈ ഒരു കേരളത്തിനകത്ത്. അതെ 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 അതാണ്. അപ്പൊ ഇവർക്ക് ഇങ്ങനെ ഉള്ളവർക്കാണ് പാവം ഇത് ചുമയുടെ മരുന്ന് വാങ്ങിക്കട്ടെ, അല്ലെങ്കിൽ ആശുപത്രിയിലൊന്ന് പോയാലേ കുളിച്ചിട്ട് ഹോസ്പിറ്റലിൽ ഒന്ന് പോയി വരും, ഒന്ന് ഹോസ്പിറ്റലിൽ. പിന്നെ ഇവിടെ കിടന്നാ എത്ര നേരം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇവിടെ കിടക്കും? നടക്കാൻ വയ്യ, വളരെ മുട്ടുവേദന. മക്കളെ പോലെ കണ്ടാ മതി. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു ഇപ്പൊ? ഒന്നും പറയണ്ടത്, ജോലിയൊക്കെ ഉള്ളതാണ്. സംസാരിക്കാനായിട്ടുള്ളൊരു ആരോഗ്യം അവരില്ല. എന്തായാലും മാമ ഈ ആഹാരം കഴിച്ചാലേ ഞങ്ങൾ ഒന്ന് പോകണം. അത് തന്നെ, ആഹാരം കഴിച്ച് കണ്ടിട്ടേ പോകണം. അപ്പോഴത്തേക്കൊന്ന് ഉഷാറാവും. മുടിയൊക്കെ ഒന്ന് വെട്ടിക്കണം. ഫുഡ് എടുത്ത് തരട്ടെ? ഇപ്പൊ എടുത്തു വെച്ച് വേസ്റ്റ് ആക്കണ്ട, അല്ലെങ്കിൽ കുളിച്ചിട്ട് കഴിക്കാം അല്ലേ? അതല്ലേ നല്ലത്. കുളിച്ച് ഡ്രസ്സ് മാറിയിട്ടൊക്കെ കഴിക്കാം, അപ്പോഴത്തേക്ക് വിശക്കും. ശരി, നമ്മുടെ ചാനലിന്റെ താഴെ തന്നെ ഒരു ഇതൊക്കെ ഉണ്ട്. ഒന്ന് കുളിച്ചൊക്കെ മാറുമ്പോ ഈ ഒരു ആങ്ങങ്ങ് മാറും. എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് ആശുപത്രിയിലും പോകും. അതെ തന്നെ, എണീക്ക്. ആഹാരം എപ്പോഴും വേണമെങ്കിലും ഞങ്ങൾ അറിയാല്ലേ, താഴെയാണ്. ഫോൺ കയ്യിലില്ല, അതുകൊണ്ടാണ് താഴെ ഒന്ന് വരാൻ പറഞ്ഞത്. ഇന്ന് താഴെ വന്ന് കണ്ടിട്ട് ഫുഡ് വേണമെന്നുള്ള സമയം അങ്ങോട്ട് വന്നാൽ മതി. നമ്മുടെ പദ്ധതിയൊക്കെ റെഡി ആയിട്ട് അങ്ങോട്ട് മാറ്റാം. അത് അവരെ ഇഷ്ടമാണ്. അവർക്ക് ഇതേപോലെ നടക്കാനാണ് ഇഷ്ടമെങ്കിലും അവർക്ക് കിടക്കാനൊരു സജ്ജീകരണം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ഗവൺമെന്റിനോടും പറയുന്നത്. നമ്മൾ ഗവൺമെന്റിനോട് ലൈവിന് പറയുന്ന അതാണ്. അവർക്കിപ്പോൾ സ്വതന്ത്രമായി നടക്കാൻ അവർക്ക് ഇഷ്ടമായിരിക്കും. എങ്കിൽ അവർക്ക് വൈകുന്നേരം തലചായ്ക്കാനൊരു സ്ഥലം വേണ്ടേ? അത് നമ്മുടെ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ തന്നെ ചെയ്തു കൊടുക്കട്ടെ. അതാണ്. അപ്പൊ അതാണ് ഞങ്ങൾ എന്നും ലൈവിലൂടെ പറയുന്നത് നമ്മുടെ സർക്കാരുകളോട്. മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ഇതുപോലുള്ള അതെ 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 ഇതേപോലെ ഉള്ളവർക്ക് തണലും ആവാനാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത് കേട്ടോ. ഞങ്ങളിവിടെ ശാന്തി നഗറിലാണ് ഞങ്ങളുടെ ഓഫീസ്, ഹൗസ് നമ്പർ 3. ഞാൻ നേരത്തെ പറഞ്ഞ ആരെയും ഒരു പേര് പറഞ്ഞല്ലോ, RP നായർ. RP നായരാണ് നമ്മളെ ഇപ്പുറത്തിരിക്കുന്നില്ലേ, ഇപ്പുറത്തെ ബിൽഡിംഗ്. അതെ അതെ ഇപ്പുറത്തെ നമ്മൾ അത് 3, 4, 6 നമ്പറാണ് കേട്ടോ. 6 നമ്പറിലാണ് RP നായരുള്ളത്. എന്തായാലും ഭക്ഷണത്തിനും വസ്ത്രത്തിനും ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ തരും കേട്ടോ. അത് തന്നെ അതേപോലെ ഒന്ന് റെഡിയായി വന്നാൽ ഞാൻ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു ചെറിയൊരു ജ്യൂസ് കട അങ്ങനെയുള്ള എന്തെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാൻ. ആരോഗ്യമെല്ലാം ഇങ്ങനെ കിടന്നാൽ ചെയ്യാൻ പറ്റുമോ? അത് തന്നെ, ഇച്ചിരി ഒന്ന് ആരോഗ്യം ഫ്രഷ് ഒക്കെ മക്കള് മാമനും തിരക്ക് ഇവിടെ വരണം. അതെ, ഉപേക്ഷിച്ച മക്കൾ അത് കാണണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഉപേക്ഷിച്ച മക്കൾ ആവുന്ന കാലത്ത് ഉണ്ടാക്കിയതെല്ലാം മക്കൾക്കല്ലേ കൊടുത്തത്. എന്തായാലും അവരെയൊക്കെ പറക്ക മുറ്റുന്നത് വരെ വളർത്തിയില്ലേ. ഒരു അച്ഛനെന്നുള്ള കർത്തവ്യം അതാണ്. ആ ഒരു കർത്തവ്യം പൂർണ്ണമായിട്ട് ഈ ഇദ്ദേഹം ചെയ്യുമ്പോൾ ഈ മക്കളത് അവർക്ക് കൂടെ നിൽക്കണ്ടേ. പിന്നെ നമ്മൾ വയസ്സാവുമ്പോഴത്തേക്ക് ഇവർക്ക് പല സ്വഭാവങ്ങൾ, അതായത് വയസ്സായി കഴിയുമ്പോൾ കൊച്ചുകുട്ടികളെ കണക്കുള്ള സ്വഭാവം വരും. പെട്ടെന്ന് ചിലപ്പോൾ മക്കൾ കാണിക്കുന്ന കാര്യങ്ങളിൽ ഒരു ദേഷ്യം വരും. ആ സ്ഥാനത്ത് മക്കൾ അങ്ങനെ ആ ഒരു നിരസം കാണിച്ച് വീട്ടിൽ നിന്ന് പുറന്തള്ളുന്നത് വളരെ മോശമാണ് അല്ലേ? നമ്മുടെ കുട്ടിക്കാലത്ത് എന്തെല്ലാം കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്, അതൊക്കെ അവര് സഹിച്ചില്ലേ. അതുപോലെ അവര് വയസ്സാകുമ്പോൾ അതുപോലെ ഇവരിനെ അനുഭവിക്കുമ്പോൾ എപ്പോഴെന്നറിയാം, അവരെ മക്കളായതിനു ശേഷം അവരെ ഇതേപോലെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോഴേ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും. എന്തായാലും മാവൻ ഞങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ. ആഹാരത്തിന് മാവൻ എങ്ങും പോകണ്ട, അതേപോലെ വസ്ത്രത്തിനും. ഇപ്പോൾ തന്നെ വന്നാൽ അവിടെ താഴെ ഇതുണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, നടക്കണ്ട, വണ്ടിയുണ്ട്, നടക്കണ്ട, വണ്ടിയുണ്ട്. ഞങ്ങൾ ഇവിടെ അടുത്ത് കൊണ്ടുവരാം. വൈകിട്ടായാലും മതി. എനിക്ക് ഒന്ന് കിടന്നുറങ്ങിക്കോളി ഇപ്പൊ കേട്ടാ. പിന്നെ ഒന്ന് കിടന്നുറങ്ങി, അല്ലെങ്കിൽ അവിടെ ഫാനിട്ട് അവിടെ കിടക്കാം. അവിടെ കിടക്കാം, കുറച്ച് നല്ലതുപോലെ കിടക്കാമല്ലോ. അവിടെ കിടന്നൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വന്നാൽ മതി കേട്ടാ. അവിടെ കിടക്കാനും ഉണ്ട്, ഇട്ടിട്ടുണ്ട് ഞങ്ങള്. അവിടെ മാവും കിടക്കൂ. കോലപ്പൻ അഷാപ്പായിരുന്ന മാവന് എന്ത് ജോലിയായിരുന്നു?
ഇലക്ട്രീഷ്യനാണ്. നേഴ്സ്. നഴ്സായിരുന്നാ? മനസ്സിലായില്ല. അത് ഞാൻ എത്തി ആഹാരം കഴിക്കുമ്പോ ഈ സൗണ്ട് എല്ലാം വരും. ഒരു ചായയും കൂടെ വാങ്ങിക്കണ്ട. ചായ ഒരു ചായ വേണോ? ഒരു ചായ മാറ്റണ്ടോ? ഒരു ചായ മാറ്റണ്ടോ? എന്തോ അവന് ജോലി? മെക്കാനിക്ക്. ശേഷം ഞങ്ങളിവിടെ വരണേ, ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരാം. ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഉറങ്ങിയിട്ട് വരാം. ഇപ്പൊ ഇച്ചിരി സൗണ്ട് വരണുണ്ട്. അത് ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴത്തേക്കാണ് നമുക്കാരും അല്ലേ ആരൊക്കെ ഉണ്ട് എന്നൊരു തോന്നൽ. എന്തായാലും മാവന്റെ മക്കളായിട്ട് ഞങ്ങളുണ്ട് കേട്ടോ. എന്ത് കാര്യം ഉണ്ടെങ്കിലും മാവൻ പറയും ഞങ്ങളുണ്ട്. നടന്ന് അവിടെ പോയപ്പോഴത്തേക്ക് ആ ചായക്കടയിൽ നിന്ന ഒരാൾ എന്റെ അടുത്ത് ചോദിച്ചു എന്തിനെന്നറിയാ, എന്തിനു മാമന് നീ ചായ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു? അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. വൃത്തിക്ക് കൊടുത്ത് എന്റെ അറിയാലോ, എന്റെ വായ അറിയാലോ, വൃത്തിക്ക് കൊടുത്ത്. അപ്പൊ ഇനി ഒരിക്കലും ചോദിക്കില്ല. ഇവിടെ ഉള്ള ആളാണ്. ഇവിടെ തന്നെയല്ലേ ഉറപ്പൊക്കെ? വേറെ വീടൊന്നുമില്ല. ഒന്നുമില്ല. അവര് ബന്ധുക്കളാരും ബന്ധുക്കളാരും സംസാരിച്ചപ്പോ മനസ്സിലായി. മനസ്സിലായി നല്ല ആളാണ്. ആർട്ടിസ്റ്റാണ്. മുമ്പ് ചിത്രങ്ങളല്ലേ നന്നായിട്ട് വരയ്ക്കുമല്ലേ? അപ്പൊ ഒന്ന് വരപ്പിക്കണമല്ലോ, നല്ല ഫ്രഷ് ആക്കിയിട്ട് നമുക്കൊന്ന്. മനസ്സ് അല്ലേ? ശരി, എന്തായാലും ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ വിലപ്പെട്ട വിവരങ്ങൾ നൽകിയതിനൊരു നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. എന്തായാലും ഞങ്ങൾ ആ ഒരു മാമനെ കാണുകയും ആ മാമനോട് വീട്ടിലെയും അതോടൊപ്പം മക്കളെ അതോടൊപ്പം കാര്യങ്ങൾ തിരക്കുകയും ചെയ്തെങ്കിൽ അദ്ദേഹത്തിന്റെ സൗണ്ട് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ അതെങ്ങനെ സൗണ്ട് വരും? കാര്യം ഫുഡ് കറക്റ്റ് സമയത്ത് കിട്ടുന്നില്ല, പിന്നെ നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു ആളില് കുളിക്കാത്തതിന്റെയൊക്കെ. അപ്പോൾ അത് നല്ലതുപോലെ എണീറ്റ് നിന്ന് കുളിക്കാനുള്ള ഒരു ആരോഗ്യം പോലും ഇല്ല. മാന്യപ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും, നമ്മളൊരു വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ ഒരു മനുഷ്യന് ഉണ്ടാകുന്ന ഓരോ അവസ്ഥകളാണ് ഇതൊക്കെ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അവരെ പുറന്തള്ളുകയല്ല, കൈപിടിച്ച് മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുപോകുകയാണ് വേണ്ടത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എങ്ങനെ ഈ സ്വന്തം മക്കൾക്ക് അച്ഛനെ എങ്ങനെ ഇങ്ങനെ വഴിയരികിൽ കിടത്താൻ തോന്നുന്നു എന്ന് വെച്ചാൽ അത് അത്രയും നല്ല വൃത്തിയിട്ട മനസ്സുള്ള മക്കളാകാനാണ് ചാൻസ്. അല്ല, എന്തായാലും ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ദാനധർമ്മമാണ് ഏറ്റവും വലിയ പുണ്യം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അച്ഛനമ്മമാരെ നോക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ അല്ലെങ്കിൽ മറ്റ് ആരാധനാലയങ്ങളിലോ നിങ്ങൾ പോകുന്നതിനേക്കാൾ ഏറ്റവും വലിയ പുണ്യമാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് നോക്കാൻ കിട്ടുന്ന അവസരം. പിന്നെ അവർ വയസ്സായി വരുന്തോറും അവരുടെ ആ ഒരു ക്യാരക്ടർ കൊച്ചുകുട്ടികളുടേതുപോലെ ആകും. പക്ഷേ ഞങ്ങളും കൊച്ചുകുട്ടികളായിരുന്ന സമയത്ത് അവർ ഞങ്ങളെയും സഹിച്ചു, പല കാര്യങ്ങൾ എന്തെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ വയസ്സാകുമ്പോൾ നമ്മളും അവരെ സഹിക്കേണ്ടതല്ല, നമ്മൾ അത് നമ്മുടെ കടമയാണ്. അല്ലാതെ ഇങ്ങനെ വഴിയരികിൽ ഉപേക്ഷിക്കുകയല്ല വേണ്ടത്. പിന്നെ ഞങ്ങൾ ആ മാമനോട് പറഞ്ഞായിരുന്നു, ഇപ്പൊ ഞങ്ങളുടെ കൂടെ വന്നൊന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്ത് ഒന്ന് സെറ്റായി മുടിയൊക്കെ വെട്ടി ഒന്ന് ഇതാകാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആളിന് എണീക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഫുഡ് വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട്. കഴിച്ച ശേഷം ഉച്ചയ്ക്ക് ശേഷം നമുക്കൊന്ന് പോകാം എന്നുള്ള ഒരു പ്ലാനിലാണ് ഇരിക്കുന്നത്. പുള്ളിക്കാരനെ വിളിച്ചുകൊണ്ട് വന്ന് ഒന്ന് ഫ്രഷ് ആക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. എന്തായാലും ഞങ്ങൾ ആശുപത്രി പോകാനായിട്ട് അദ്ദേഹത്തിന്റെ ചോദിച്ചു. എനിക്കിപ്പോ അത്യാവശ്യം ഞാനൊന്ന് ഇവിടെ ഒന്ന് കിടന്നുറങ്ങിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാം, എന്നാൽ നമുക്ക് നാളെ ആശുപത്രിയിൽ പോകാമെന്നും പറഞ്ഞു. അദ്ദേഹത്തിന് പൂർണ്ണമായി ഞങ്ങളെ കണ്ടപ്പോൾ ഒരു സന്തോഷം മനസ്സിൽ തോന്നി. അതെ, ആരൊക്കെയോ ഉണ്ട് എന്നുള്ള ഒരു സന്തോഷം. പക്ഷെ ആദ്യം കണ്ടതുപോലെയല്ല മനുഷ്യനെ ഞങ്ങൾ വരാൻ നേരത്ത് കണ്ടത്. അതെ അതെ, ആ ഒരു കണ്ണിലെ ആ തിളക്കം ഞങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു. എന്ത് പറഞ്ഞാലും ഒരു മക്കളെക്കാളും ഞങ്ങൾ എപ്പോഴും കൂടെ കാണും. ആഹാരത്തിന് എന്ത് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വസ്ത്രത്തിന് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ഈ ചാനലിന്റെ ഓഫീസിൽ VMTV ന്യൂസിന്റെ ശാന്തിനഗറിൽ 3-ാം നമ്പറിലുള്ള ഈ ഓഫീസിൽ തീർച്ചയായും എത്തണമെന്ന് ഞാൻ അദ്ദേഹത്തിന് ഞങ്ങൾ ഉറപ്പ് നൽകിയതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ തിരിച്ച്
മടങ്ങിയെത്തിയത്. പക്ഷെ പുള്ളിക്കാരൻ ചെറിയ പുള്ളിയൊന്നും അല്ല, നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഒരു അതെ 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 അതായത് ഓപ്പോസിറ്റ് പ്രസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഓൾറെഡി ഇപ്പൊ നമ്മൾ ന്യൂ ടെക്നിക്ക് ആയപ്പോൾ പഴയ പ്രസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലിയില്ലാതെ വന്നൊരു സാഹചര്യമാണ്. അപ്പൊ അദ്ദേഹത്തിന് അനിയന്മാരൊക്കെ നല്ല സെറ്റപ്പിലാണ്. അവിടെ ആ ബിൽഡിങ്ങുകൾ തന്നെ കോടികൾ വില വരുന്നതാണെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം അവർ പോലും കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇവിടെ കാണേണ്ട ഒരു. അതെ, അവര് വീട്ടിൽ നിർത്തി നോക്കണ്ട, എന്നാൽ ഒരു നേരത്തെ ഫുഡെങ്കിലും വാങ്ങിച്ചു കൊടുത്തൂടെ അല്ലേ? അതെ 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 അതെ. നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഉപയോഗമില്ലെങ്കിൽ നമ്മൾ പിന്നെ വേസ്റ്റ് ആയിട്ട് മാറും എന്നുള്ള ഒരു തത്വത്തിലാണ് ഇപ്പോൾ ഈ ഒരു നാളെ നമുക്കും ഈ ഒരു ഗതി വരാം അല്ലേ? അതെ. എന്തായാലും ഞങ്ങളുടെ മാന്യ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് 3 പേർക്കും പറയുവാനുള്ളത്, ഞങ്ങൾ ഇതേപോലെയുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പദ്ധതിയിൽ ശാരദാലയം സ്നേഹക്കൂട് എന്ന പദ്ധതി നിങ്ങൾക്ക് മുന്നിൽ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വേഗമാകട്ടെ, ഞങ്ങളുടെ ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പദ്ധതി നിങ്ങളെ എല്ലാവരുടെയും കാരുണ്യം കൊണ്ട് വൻ വിജയത്തിലെത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഒപ്പം കൂടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരു നല്ല നാള് നേർന്നുകൊണ്ട് ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു.